ഇവന്മാർക്ക് 3 പേർക്ക് ഞാൻ ഡ്രസ്സ് എടുത്താണ് കണ്ടത്. അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് വന്നാണ്ട് ഈ കടയിൽ. ഈ കടയുടെ പേരെന്താടാ? ഒന്നുകൂടി പറഞ്ഞേ. ഇതാണോ അവിടുന്ന് ഞാൻ കടയുടെ പേര് ചോദിച്ചതാണ്. ഇവിടെ ഉണ്ടല്ലോ, ഇതാണോ റീഡി ക്ലോത്തിങ് കമ്പനി. ഓക്കെ, അഷ്ടമിച്ചിറ ഇതാണ്. നമ്മ ഇവിടെ ആദ്യമായിട്ട് വരേണ്ട. നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ തരുമ്പോൾ നമ്മ ഇനിയും വരും. ഇനി ആൾക്കാരെയും പറഞ്ഞു വിടും. റമോദ് ഇങ്ങനെ ഓരോന്ന് നോക്കിക്കുക. അപ്പം നമ്മുടെ ചാനൽ അവരൊന്ന് വെച്ചതാട്ടോ അവിടെ കഴിഞ്ഞ പെരുന്നാളുടെ ഊട്ടിച്ചദ്യയുടെ വീഡിയോ. അപ്പം അതൊക്കെ നോക്കല്ലേ റമോ, എടുക്കട്ടെ ഒന്ന് വിചാരിക്കാതെ ഒന്നാണ് ഞാൻ. കടയിലൊക്കെ കയറാനും ഉണ്ട് മമ്മിക്ക്. നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ, നല്ല സെലക്ഷനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഈ ക്രിസ്മസിന് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്രിസ്മസിൻ്റെ 2 ദിവസത്തെ പർച്ചേസിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ വിചാരിക്കാതെ വന്നതാണേ. അപ്പോൾ ഈ കടയിൽ വന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവർ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇട്ട് കണ്ടാണ് തരാം. അപ്പോൾ അതേ അമ്മയ്ക്ക് ഭയങ്കര നാണമാണ്. നല്ല ഇതായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഒന്ന് എടുത്ത് ഷർട്ട് എടുത്ത് നമ്മളിപ്പോൾ പോയണം. അപ്പം ടാറ്റ വിചാരിക്കാതെ കയറിയതാണ് കേട്ടോ. നമ്മൾ പള്ളിയിൽ നിന്ന് വന്ന വഴി അങ്ങനെ ഇവിടെ വന്നതാണ്. ഡിവൈനിൽ പോയതാണ് കുർബാനൊക്കെ. അത് കഴിഞ്ഞാണ് ഇവിടെ വന്നത്. അഷ്ടമിച്ചിറയിലാണ് ഈ കട. നമ്മളാദ്യമായിട്ടാണ്. അപ്പം ഡിസ്കൗണ്ടൊക്കെ തന്ന് നമുക്ക് ഹാപ്പി അല്ലേ അല്ലേ ഹാപ്പിയാണോ? അപ്പോൾ 3 പേർക്ക് ഞാൻ എടുത്തിട്ടാ. നല്ല റമോ ഹാപ്പി അല്ലെന്നാണ് പറയണത്. എന്താണാവോ? നമ്മളിപ്പോൾ ഇതേ അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ ജംഗ്ഷനിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒറീഡി അവിടെ നിന്നാണ് നമ്മൾ എടുത്താട്ടോ. അപ്പം നമ്മൾ പോവാണ്. മോൻ്റെ ചെരുപ്പ് എടുത്തത് ഈ കടയിൽ നിന്നാണ് കേട്ടോ. നല്ല കുഴപ്പമില്ല. അവൻ എടുത്തപ്പോൾ എനിക്കിഷ്ടമായി. ഇവിടുത്തെ കടയിൽ നിന്നാണ് നമ്മൾ ചെരുപ്പ് എടുക്കാൻ വന്നത്. ഇപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് ഈ കടയിൽ വന്നത്. ഇവിടെ ചിപ്സ് ഐറ്റം ഒക്കെ ഉണ്ട്. പിന്നെ അതേ നമുക്ക് അലുവ കേക്ക് ഏത് മോഡലാണെങ്കിലും ഇവിടെ നിന്നൊക്കെ കിട്ടും. ഞാൻ ഇങ്ങനത്തെ കേക്ക് അന്വേഷിച്ച് കിടക്കരുത്. ഞാൻ ഓർഡർ ചെയ്താലേ കിട്ടോളാം. ഇതെല്ലാം ഓർഡർ ആക്കിയിട്ട് വെച്ചേക്കണാടാ അല്ലല്ലേ? അപ്പോൾ ഇതുണ്ട് കേട്ടോ നമുക്ക് എടുക്കാൻ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കട കയറുന്നതേ. അപ്പോൾ എല്ലാ ഐറ്റം ഉണ്ടെന്ന് കാണും. ഞാൻ ഇങ്ങനത്തെ കേക്കൊക്കെ ഓർഡർ ചെയ്താലേ കിട്ടും. നന്നായിട്ടുണ്ട്, നന്നായി. അതെ അല്ലേ? ഓക്കെ. അതിൻ്റെ പീസ് ആയിട്ട് വരൂലേ? കേക്ക് പീസ് വരൂലേ? എങ്ങനെയാണ് അത് 1 പീസ്? വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് 50. പിന്നെ വെറൈറ്റികൾ 70 രൂപ. ഇപ്പൊ ഒരു വൈറ്റും ബ്ലാക്കും ഓരോ പീസ് എടുക്കുമോ? പാർസൽ ചെയ്യാൻ പറ്റുമോ? അപ്പം നമുക്ക് ഇവിടെ വന്ന് ഇനി കേക്ക് ഓർഡർ ചെയ്യാൻ ധൈര്യമായിട്ട്. ഞാനിത് നമുക്ക് ബർത്ത്ഡേ കേക്കുകൾക്കൊക്കെ ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ കേട്ടോ. ഈ കടയുടെ പേരെന്താണാവോ? ഇത് ജംഗ്ഷനിലല്ലേ? അഷ്ടമിച്ചിറ ജംഗ്ഷൻ. നമ്മളിവിടെ ആദ്യമായിട്ട് അറിയണ്ട. അവിടെ ഫ്രൂട്ട്സും സ്വീറ്റ്സും എല്ലാം ഉണ്ട്. വേണ്ട നമുക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഇത്ര അളവിൽ പാക്ക് ചെയ്തൊക്കെ തരും. നമുക്കിപ്പോൾ അവിടെ കണ്ടല്ലേ? പർച്ചേസിങ് കഴിഞ്ഞില്ലല്ലേ? കയറി പോകുന്നു. പള്ളി പോയിട്ട് വന്ന വഴിയാണോ? പോവാ. ഞാൻ മോന് ഡ്രസ്സ് എടുക്കാൻ കയറി. ഇവിടെ ഞങ്ങള് വട്ടക്കോട്ട കാടുവെച്ചി. അപ്പൊ ഞാൻ കൊച്ചിന്റെ ഡ്രസ്സ് എടുക്കാൻ കയറിയപ്പോ മുന്തിരി മേടിക്കണമായിരുന്നു. ഇനിയിപ്പോ അല്ലെങ്കിൽ പിന്നെ ടൗണിലോട്ട് വരണ്ടേ. അപ്പൊ അങ്ങനെ ഞാൻ കട കണ്ടപ്പോ വീഡിയോ എടുക്കാണ്. ഞങ്ങളുടെ ഷോപ്പിംഗ് വീഡിയോ ആണ്. ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് പോവാ. ഇതവിടെ നമുക്ക് ഡ്രീം കേക്ക് കൊല്ലാനും ഉണ്ടെന്ന് പറയണ്ട കേട്ടോ. അതേ കണ്ട, ഇത് അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ തന്നെയാണ്. കടയുടെ പേരെന്താണ്? സ്വീറ്റ് പാർലർ. സ്വീറ്റ് പാർലർ. എല്ലാവിധ കേക്കുകൾക്കും സമീപിക്കുക സന്ദർശിച്ച് സ്വീറ്റ് പാർലർ ബേക്കറി അഷ്ടമിച്ചിറ. അതെ. കടയിൽ വെച്ച് പരിചയപ്പെട്ടാ. റോഡിൽ കണ്ടായിരുന്നു ചേച്ചിനാ. പക്ഷെ പർച്ചേസ് ചെയ്ത് വന്നപ്പോ 2 പേരും ഒരു കടയിലെത്തി. ചേച്ചി പേരെന്താണ്? റാണിയാ. ഇവിടെ തന്നെ അല്ലേ? പിന്നെ ഇടയ്ക്ക് കാണാം. നമുക്ക് പള്ളിപ്പെരുന്നാളിന് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആമ്പഴക്കാട് വരാറുണ്ട്. ഞങ്ങൾ കുർബാന മുടങ്ങാറില്ല. അപ്പം ഞങ്ങളുടെ പള്ളി കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയാണോ ഉള്ള അങ്ങോട്ട് പോകും.
ഇന്നിപ്പോ ഡിസൈനിൽ കുർബാന കഴിഞ്ഞ് വന്ന വഴിയാണ്. അപ്പോൾ ഈ ഷോപ്പ് ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പാണ് കേട്ടോ. നമുക്ക് എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ബാക്കിൽ കാണാമല്ലോ. കേക്ക് ഐറ്റംസ്, ചിപ്സ് ഐറ്റംസ് ഉണ്ട്, സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്, ബേക്കറി ഐറ്റംസ് ഉണ്ട്. കൂടാതെ ചിക്കൻ്റെതായ കുറേ സംഭവങ്ങൾ, ബർഗർ അതും ഇതൊക്കെ ഉണ്ട്. കേക്ക് അപ്പുറത്തും ഉണ്ട് കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലം അപ്പുറത്തുണ്ട്. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോഴാണ് റോസ്റ്റഡ് ചിക്കൻ, പിന്നെ ബർഗർ, പിന്നെ സാൻഡ്വിച്ച്, അതുപോലെ തന്നെ കേക്കൊക്കെ. അതെ, ഇത് ഓർഡർ എങ്ങനെ, ടൈം എത്രയിനുള്ളിലാണ്, എത്ര മണിക്കൂറിനുള്ളിൽ? 3 മണിക്കൂറിന് മുന്നേ. അതെ അല്ലേ. അപ്പം ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. ഓർഡർ ചെയ്യണവർക്ക് നിങ്ങൾക്ക് എവിടെ നിന്നായാലും ഓർഡർ ചെയ്ത് വന്ന് മേടിക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഇതിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതെ, അതെ, വീഡിയോ എടുക്കാം. നമ്മളത് ഇവരുടെ ബാക്ക് കാണാൻ വേണ്ടി പോവേണ്ട ചേട്ടന് പറയാം. ഓ ഹായ്. അപ്പം നമ്മളിത് കേക്ക് അവരുടെ ഗോഡൗണിൽ പോയിട്ട് അവിടെ കുറേ ഇരിക്കണ്ട കേട്ടോ. ഫ്രീസായിട്ട് അങ്ങനെ ആ തണുപ്പിലിരിക്കണോണ്ടേ നമുക്ക് മൂടൽ. അപ്പം നമുക്കിനി ഈ വിശേഷങ്ങൾ ഇവിടെ നിർത്തിയാണ്. അടുത്ത പർച്ചേസ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ക്രിസ്മസിൻ്റെ തലേന്ന് നമുക്ക് പർച്ചേസിങ് പലചരക്ക് സാധനങ്ങൾ ഒക്കെ വാങ്ങണം. നമ്മൾ പോവുകയാണ്. കയറാൻ പോയി ഞാനും ആകുക്കുട്ടൻ്റെ അവിടെ ഇടയിൽ കൂടെ നോക്കിയേ. എൻ്റെ അനുവിനെയും കാത്ത് നിൽക്കുന്നു. എൻ്റെ അനു വരുവട്ടെ ഇപ്പം. എൻ്റെ അനുവിനെ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പം അതേ പോയി ഞാനിവിടെ പോവേണ്ട. ഞാൻ ഓടിച്ചോളാം. ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ തൊട്ട് തലേന്ന്, അതായത് പാതിരാക്കുറാനൊക്കെ പോകുന്ന അന്നത്തെ ദിവസമാണ് കേട്ടോ. ഇതിൻ്റെയും തലേന്നാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് മേടിക്കാൻ വന്നതാണ് കേട്ടോ. ഇന്ന് രാത്രി നമുക്ക് പള്ളിയിൽ പോകേണ്ടതാണ്. അപ്പം ഇതൊക്കെ വേവിച്ച് വെച്ചിട്ട് വേണം പോകാൻ. അപ്പം വാങ്ങാൻ വരാനും ഞാൻ തന്നെയല്ലേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ തിരക്കൊന്നും ഉണ്ടായില്ല. ഞാൻ വന്നതിന് ശേഷമുള്ള ആൾക്കാരാണ് ഈ കാണുന്നത്. പക്ഷെ നമ്മുടെ അടുത്തുള്ളവരൊക്കെ തന്നെയാണ്. ഞാൻ എല്ലാവരും അറിയണതാണ്. തിരക്കായി. ഞാനെ പറയാം, മോനെയും കൂട്ടിയാണ് കേട്ടോ വന്നത്. കാരണം ഇനി അവന്മാർ വന്നിട്ടില്ലല്ലോ. അവന്മാർ റിച്ച് വീട്ടിലുണ്ട്. അനു വരാൻ വൈകും. അനു കുറച്ചുകൂടിയും കഴിഞ്ഞ് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇതൊക്കെ വാങ്ങിച്ച് വേവിച്ച് വെക്കാലാന്ന് ഓർത്താണ്. രാത്രി പള്ളിയിൽ പോകണം. അപ്പോൾ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കയ്യിലുള്ളതുപോലെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് ഇന്നലെ പോയി വാങ്ങി. ചെറുകടികളാണ് മേടിച്ചത്. നമ്മളൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. ചേട്ടൻ എടുത്തേക്കാൾ ചേട്ടൻ എടുത്തേടാ. ഞങ്ങൾ അപ്പോൾ ഇവിടെ അത് കടിയൊക്കെ മേടിച്ച് പോയത്. ഹലോ ഗൈസ്, അപ്പം ഇത് കണ്ട ഒരു ആന പപ്പാഞ്ഞി. ഇത് നമ്മുടെ അഷ്ടമിച്ചിറ പോണ വഴിയാണ് കേട്ടാ. വെള്ളം ഒഴുകണൊക്കെ നമ്മളിവിടെ അഷ്ടമിച്ചിറയുടെ ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം കണ്ടിട്ടാ. ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന ഒരാളെ വെച്ച്